കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയനുസരിച്ച് 348 മരുന്നുകൾക്കാണ് കാര്യമായി വില കുറച്ചത്. 30% വരെ വില കുറച്ചു വിൽക്കണമെന്നായിരുന്നു നിർദ്ദേശം. ആദ്യഘട്ടത്തിൽ 151 മരുന്നുകളുടെ വിലയാണ് കുറച്ചത്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ച് 45 ദിവസത്തിനകം വിലക്കുറവ് നടപ്പാക്കാനായിരുന്നു ഉത്തരവ്. പക്ഷേ 2 മാസം കഴിഞ്ഞിട്ടും നിർദ്ദേശം നടപ്പായില്ല. വില കുറച്ചു വിൽക്കേണ്ട മരുന്നുകളിൽ ഭൂരിഭാഗവും മരുന്നുകടകളിൽ കിട്ടാനില്ല. കിട്ടാനുള്ളവയിൽ തന്നെ ചിലത് കൂടിയ വിലയ്ക്കാണ് വിൽക്കുന്നത്. പുതുക്കിയ നിരക്കനുസരിച്ച് വിൽക്കേണ്ട ഡയസപ്പാം എന്ന മരുന്ന് ഞങ്ങൾ നിരവധി കടകളിൽ അന്വേഷിച്ചു. ഡയസപ്പാം ഇഞ്ചക്ഷൻ ഇല്ല, എന്തല്ലാട്ടെ പ്രൈസ് കൺട്രോളിൽ പെട്ടതാണ്. മെഡിസിൻ നമ്മൾ മടക്കി കൊടുക്കാൻ വെച്ചേക്കണതാണ്. ഇതിൻ്റെ വില കുറഞ്ഞ് വരുമല്ലേ? അപ്പോൾ വില കുറഞ്ഞ് വന്നിട്ടില്ല അല്ലേ? വന്നിട്ടില്ല. ഹൃദ്രോഗത്തിനുള്ള അറ്റനോൾ ഗുളിക പുതുക്കിയ വിലയനുസരിച്ച് വിൽക്കേണ്ടത് 3 രൂപ 72 പൈസയ്ക്കാണ്. പക്ഷേ ഈ ഗുളിക ഞങ്ങൾക്ക് കിട്ടിയത് 5 രൂപയ്ക്കാണ്. സർക്കാർ വകുപ്പുകൾ നടത്തുന്ന മരുന്ന് വിൽപ്പന കേന്ദ്രങ്ങളും അനവധിയുണ്ട്. പൊതുവിപണിയിൽ ഇടപെട്ട് മരുന്ന് വില നിയന്ത്രിക്കുവാൻ വേണ്ടിയാണ് സപ്ലൈകോ ഇത്തരം മരുന്ന് കേന്ദ്രങ്ങൾ തുടങ്ങിയത്. ഇനി ഇവിടുത്തെ അവസ്ഥ നോക്കാം. പാരസെറ്റമോൾ സപ്പോസിറ്ററിയോ? 170 ഇവിടെ ഇല്ല. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ സാധാരണ അസുഖങ്ങളുടെ മരുന്നുകൾ പോലും സപ്ലൈകോ മരുന്നുശാലകളിൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടാനില്ല. ഞങ്ങളുടെ സ്റ്റോറുകളിൽ 2 മാസമായിട്ട് ഈ വക മരുന്നുകളൊന്നും പറ്റില്ല. ജസ്റ്റ് ഒരു 40ഓളം മരുന്നുകൾ വരുന്നുണ്ട്. ഔഷധ വിലയിൽ ഇടപെടാനുള്ള സർക്കാർ നീക്കത്തിന് വലിയ കയ്യടി കിട്ടിയതാണ്. പക്ഷേ അത് അട്ടിമറിക്കപ്പെടാതിരിക്കാൻ സർക്കാർ എന്ത് നടപടിയെടുത്തു? സാധാരണക്കാർക്ക് പദ്ധതി കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? മറുപടി പറയേണ്ടത് അധികാരികളാണ്. ക്യാമറാമാൻ PP സലീമിനൊപ്പം സന്ധ്യ, മീഡിയ 1 കൊച്ചി.